اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. إن ابن آمنة الأمين محمدا خير الأنام وخيرة الأخيار، ما إله غير الحليمة مرضع، نعم الأمينة هي على الأبرار، مأمونة من كل عيب فاحش، ونقية الأثواب والأزوار، لا تصل منه إلى سواها، إنه أمر وحكم جاء من جبار. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. സമാദരണീയരായ സയ്യിദുമാർ, ഉലമാക്കൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, മുതഅല്ലിംകൾ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ പാടുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മദാറിൻ്റെ കീഴിൽ ഇന്നലെ ധാരാളം പരിപാടികൾ നടന്നു. ഇന്ന് മീലാദ് സമ്മേളനവും ദുആ മജ്ലിസും ബുർദ മജ്ലിസുമൊക്കെ നടത്തപ്പെടുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതലായി പഠിക്കുകയും പകർത്തുകയും ചെയ്യുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്.
ഒരു മുസ്ലിമിന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും മികച്ച മാതൃക നൽകിയ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നിർദാക്ഷിണ്യ സംഘട്ടനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് എതിരാണ്. ഒരു സമൂഹത്തിൻ്റെ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരു സമൂഹത്തിൻ്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും മുഴുവനും നശിപ്പിക്കുന്ന രീതിയിലുള്ള പോരാട്ടം ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. സായുധ പോരാട്ടങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിൽ നിയമങ്ങളും നിബന്ധനകളും ഉണ്ട്. മാത്രമല്ല ഒരു മനുഷ്യൻ മുസ്ലിമായില്ല എന്ന് കരുതിയിട്ട് വൈകാരികമായി അവനോട് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ, തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മുസ്ലിങ്ങൾ മാത്രമേ ഇവിടെ ജീവിക്കാവൂ എന്നൊരു നയം ഒരു മുസ്ലിമും തീരുമാനിക്കാൻ പാടില്ല. അല്ലാത്തവർക്കും ഇവിടെ ജീവിതമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഉൾക്കൊണ്ട് തീരുമാനിച്ച് സ്വീകരിക്കേണ്ട ആശയ സംഹിതയാണ്. ഒരാളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഇസ്ലാം ആകൂല, അടിച്ചേൽപ്പിക്കാനും കഴിയില്ല. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഇസ്ലാമിൽ കൂടുതൽ കരുത്തുള്ള ഏറ്റവും വലിയ സാംസ്കാരിക ബോധമുള്ള ജനങ്ങളെ വളർത്തിയെടുത്തത്? വർത്തമാന കാലഘട്ടത്തിലെ ആളുകൾ അതേ മാർഗം തന്നെ സ്വീകരിക്കണം. എങ്ങനെയായിരുന്നു അവിടുന്ന് ആ നൂറ്റാണ്ടിലെ ആളുകളെ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ആര് കണ്ടാലും മനസ്സിലാക്കിയാലും ദുഷിച്ചത് എന്ന് മാത്രം വിലയിരുത്തുകയും പറയുകയും ചെയ്യുന്ന ദുഷ്പ്രവണതകളിൽ മുഴുകിയിരുന്ന ആണിനെയും പെണ്ണിനെയും സംസ്കരിച്ച് ഏറ്റവും നല്ല അനുധാവനം ചെയ്യപ്പെടാൻ പറ്റുന്ന മാർഗദർശികളാക്കി മാറ്റിയത് എങ്ങനെയാണ്? പ്രധാനമായും അതിനൊരു മാർഗം അവർക്ക് ഇൽമ് പകർന്നു കൊടുക്കുക എന്നതായിരുന്നു. എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടും സഹോദരങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിൽ അലസന്മാരായി മാറരുത് നാം ആരും. ചുരുങ്ങിയത് നമ്മുടെ കുട്ടികൾ മദ്രസാ തലമെങ്കിലും ഒന്ന് പൂർണ്ണമായി പൂർത്തിയാക്കണം. ഉയർന്ന തലം പഠിക്കുന്ന ദർസ് പോലത്തെ സംവിധാനങ്ങളിലേക്ക് വന്നാൽ ഏറ്റവും അഭികാമ്യമായി. ഇല്ല എങ്കിൽ എല്ലാവർക്കും അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. ഇല്ല എങ്കിൽ മദ്രസാ തലമെങ്കിലും ഒന്ന് പൂർത്തിയാക്കണം. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. കുടുംബജീവിതത്തിന് ഏറ്റവും വലിയ സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നത് നല്ലോണം മദ്രസാ പഠനം പൂർത്തിയാക്കിയ കുട്ടികളോടൊപ്പം രക്ഷിതാക്കൾ ജീവിക്കുമ്പോഴാണ്. 6ാം ക്ലാസ്സിൽ നിന്ന് നിർത്തി
7ാം ക്ലാസ്സിൽ നിന്ന് നിർത്തി. പിന്നെ കവലകളിലെ സ്ഥിരം സാന്നിധ്യമായി മാറി. ആ ഒരു മകൻ എന്നും ബാപ്പക്കും ഉമ്മക്കും കുടുംബത്തിനും തീരാ ദുരന്തമാണ്. ഞാൻ ഒരു ചിത്രവും എണ്ണി പറയുന്നില്ല. ഈ ഒരു 2024 പിറന്നിട്ട് ഈ സമയം വരേക്ക് ഒരു വർഷം പൂർത്തിയാകുന്നതിന് 2-3 മാസം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ ജില്ലയിൽ മാത്രം സംഭവിച്ച 17ന്റെയും 25ന്റെയും ഇടക്കുള്ള അരുതായ്മകൾ എണ്ണി ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചത് എണ്ണുകയാണെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷവും വിജ്ഞാന രംഗത്ത് കാര്യമായിട്ട് പ്രവർത്തിക്കാത്ത പഠിക്കാത്ത ചെറുപ്പക്കാരാണ്. അത് പഠിപ്പിക്കുന്നിടത്ത് രക്ഷിതാക്കൾ അലസരായി മാറരുത്. വിജ്ഞാനം എന്ന് പറയുന്നത് എല്ലാം വിജ്ഞാനമാണ്. ജീവിക്കാൻ ആവശ്യമുള്ള ജ്ഞാനം മാത്രമല്ല ജ്ഞാനം. തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം മാത്രമല്ല വിദ്യാഭ്യാസം. ഏറ്റവും വലിയ വിദ്യ മനുഷ്യന് സംസ്കാരവും ബോധവും പകരുന്ന വിദ്യയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ ആടിയിൽ ജീവിച്ചിരുന്ന ആൺ പെണ്ണ് സമൂഹത്തിന് വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണങ്ങളും എണ്ണി എണ്ണി പഠിപ്പിച്ച് ഏറ്റവും വലിയ ബോധവാന്മാരാക്കി മാറ്റിയവരെ. ഇന്നത്തെക്കാളും അധികമായിരുന്നു അന്ന് മദ്യപാനം. അതേ അവസ്ഥയിലേക്ക് ലോകം മടങ്ങി വരും, വരാതിരിക്കില്ല. ഇന്നത്തെക്കാളും അധികം. അന്ന് മദ്യപാനത്തിന്റെ ലഹരിയിൽപ്പെട്ട ആളുകൾ ഇദാ മിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കിർമതി, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മുന്തിരിവള്ളി ചുവട്ടിലാകണം എന്നെ കുഴിച്ചു മൂടേണ്ടത് എന്ന് പറഞ്ഞിരുന്നവരാണ്. കുടിക്കാൻ പറ്റാതെ ഏകദേശം മരിക്കാനായി എന്ന് പറയുമ്പോൾ പിന്നൊരു വസീയത്താണത്. ഒരു മുന്തിരിവള്ളിക്ക് ചുവട്ടിലാകണം എന്നെ കുഴിച്ചു മൂടേണ്ടത്. എന്നാ മുന്തിരിവള്ളിയുടെ പുളിപ്പ് കിട്ടുമ്പോ ഒരു ചെറിയ സുഖം ഉണ്ടാവുമല്ലോ കിടക്കുന്നിടത്ത്. അതിനാ അത്രത്തോളം അഡിക്റ്റായ ആളുകൾ. എത്രയാണ് അന്നത്തെ മദ്യപാനത്തിന്റെ അപകടം? അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്തു തരാൻ വേണ്ടി നിശ്ചയിച്ചപ്പോ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വിവാഹം ചെയ്തു തരാൻ വേണ്ടി നിശ്ചയിച്ചപ്പോ ഇവിടെ നിങ്ങളെ നിശ്ചയിച്ച സമയത്ത് ഞാനാകെ അത്ഭുതപ്പെട്ടുപോയി. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പാവങ്ങളിൽ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ എനിക്ക് കല്യാണം കഴിച്ചു തരാനാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ എൻ്റെ കയ്യിൽ എന്താണ് ജീവിതത്തിനുള്ള വകുപ്പുള്ളത്? ഒന്നുമില്ല. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കിയത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹ്രസ്വമായ ജീവിതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഒരു വലീമത്ത് കൊടുക്കൽ സുന്നത്തില്ലേ? കുടുംബക്കാരെയും കൂട്ടുകാരെയും പരിചയക്കാരെയും കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണ്ടേ? സാധാരണ തങ്ങള് കല്യാണം കഴിച്ചാൽ ഞങ്ങൾക്കൊക്കെ തരാറുണ്ടല്ലോ. പക്ഷെ അതിന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും വകുപ്പ് വേണ്ടേ?
ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഒട്ടകം തരാം. ആ ഒട്ടകത്തിന്റെ പുറത്ത് നിങ്ങൾ ഒരാളെയും കൂടി കൂലിക്ക് കൂട്ടിയിട്ട് ഒട്ടകത്തെ കൊണ്ടുപോയി ഒരു ഭാഗത്ത് കെട്ടിയിട്ട് മദീനയുടെ കുന്നിൻ മുകളിലേക്ക് കയറുക. അവിടെയുണ്ടാകും നീളമുള്ള പുല്ല്, രാമച്ച പുല്ല് എന്ന് പറയും അതിന്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പൊരമേഞ്ഞിരുന്ന പുല്ലാണ്, ആലമേഞ്ഞിരുന്ന പൊരമേഞ്ഞിരുന്ന നീളമുള്ള പുല്ല്. ആ പുല്ല് കെട്ടുകെട്ടാക്കി വെട്ടിയുണ്ടാക്കി മദീന മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുക. കിട്ടുന്ന ലാഭം കൊണ്ട് നിങ്ങൾ വലീമത്തിന് സമ്പത്ത് ശേഖരിക്കുക. അലി റളിയല്ലാഹുവിന് വലിയ സന്തോഷമായി. ഒരൊട്ടകം അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു, ഈ പുല്ലൊക്കെ കെട്ടുകെട്ടാക്കി കൊണ്ടുവരാൻ. അലി റളിയല്ലാഹുവിന് കൂടെ ഒരു തൊഴിലാളിയെയും വിളിച്ച് മദീനയിലെ തൊട്ടടുത്ത ഒരു കുന്നിൻ മുകളിൽ കയറി തായ് ഭാഗത്ത് ഒട്ടകത്തെ കെട്ടിയിട്ടൊരു ഭാഗത്ത് കെട്ടുകെട്ടാക്കി പുല്ലെരിഞ്ഞ് തോളിലേറ്റിയിട്ടത് താഴെ കൊണ്ടുവന്ന് വെക്കുന്നു. ഓരോ സമയം വെക്കുമ്പോഴും ഒട്ടകണ്ടോ നോക്കും, ഒട്ടകണ്ട്. ഒട്ടകത്തിന് കുഴപ്പമൊന്നുമില്ല, ഒട്ടകം അവിടെ ഉണ്ട്. പക്ഷെ ലാസ്റ്റ് സമയം വന്ന് നോക്കുമ്പോ ഒട്ടകം ചോരയിൽ കുടിച്ച് കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ ഒട്ടകത്തിന്റെ ഇങ്ങനെ കുമിഞ്ഞു നിൽക്കുന്ന പൂഞ്ഞ അരിഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട്, അതിനെ അറുത്തിട്ട്. അലി റളിയല്ലാഹു അൻഹു നിന്ന നിപ്പിൽ കരഞ്ഞുപോയി. പഠിച്ചോനെ, എന്തൊരക്രമാ ചെയ്തത്. അലി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ആരാണ് പഠിച്ചോനെ ഇത് ചെയ്തത്? ഇത് എന്റെ ഒട്ടകമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒട്ടകമാണ്. ഇത്ര ധൈര്യമുള്ള ആള് ആരാണ്? കൂട്ടത്തിൽ ആരോന്ന് ചോദിച്ചു, ആരാണ് ഒട്ടകത്തെ അറുത്തതെന്ന് ചോദിച്ചപ്പോ പരിസരത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതാ അവിടെ കാണുന്ന ഒരു റൂം, ആ റൂമിന്റെ ഉള്ളിലുണ്ട് നിങ്ങളെ ഒട്ടകത്തിന്റെ പൂഞ്ഞ അരിഞ്ഞു കൊണ്ടുപോയി വേവിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അതിന്റെ ഉള്ളിലുണ്ട്. അലി റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോ ആരാന്നറിയോ? സ്വന്തം മുപ്പാന്റെ സഹോദരൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. അന്ന് മദ്യം വിലക്കപ്പെടാത്ത കാലമാണ്, മദ്യം നിരോധിക്കപ്പെട്ടിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു കുടിച്ചിട്ട് അതിന്റെ അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട്. കുടിച്ചിങ്ങനെ ലെക്ക് കെട്ടി വരുമ്പോ ആരോ ഒന്ന് പാടിക്കൊടുത്തു, അലായാ ഹംസു ലിശ്ശുറുഫിൻ നവാഇ. ഹംസേ, ഉയർന്നു നിൽക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ കണ്ടോ? ഇപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് വേവിച്ച് തിന്നാൻ നല്ല രസം ഉണ്ടാകും. പാട്ട് പാടിയപ്പോ എന്നെ കത്തിയെടുത്ത് പോയി അർക്കല് കഴിഞ്ഞു. കാരണം മദ്യപിച്ച് ലെക്ക് കെട്ടാ പിന്നെ പറയുന്ന ആരെങ്കിലും പറയുന്നത് ചെയ്യാന്നല്ലാതെ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടെന്നും അവനാൻ്റെതല്ലാന്നും ബോധമല്ലല്ലോ. ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒട്ടകം അതിൻ്റെ അവസാനത്തെ ശ്വാസവും വലിച്ചു. ഒട്ടകത്തിന്റെ നല്ല നല്ല മർമ്മഭാഗങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് പൂഞ്ഞയും അതുപോലെ തന്നെ അതിൻ്റെ സ്മൂത്തായ ഭാഗങ്ങളൊക്കെ അരിഞ്ഞ് കഷ്ണാക്കി കൊണ്ടുപോയി ചട്ടിയിലിട്ട് വേവിച്ച് അതിങ്ങനെ ഭക്ഷിക്കുക. അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ പുല്ലൊക്കെ അരിഞ്ഞു കെട്ടുകെട്ടാക്കി താഴെ കൊണ്ടുവന്നൊരു തൊഴിലാളിയെയും വിളിച്ചു. തൊഴിലാളിക്കുള്ള കൂലി ഞാൻ കൊടുത്തു, പക്ഷേ പുല്ലേറ്റിക്കൊണ്ടുപോകാൻ ഒട്ടകം കിട്ടിയില്ല. എന്തേന്ന് വെച്ചു? ആ ഒട്ടകത്തെ ഹംസ റളിയല്ലാഹു അൻഹു അതിൻ്റെ പൂഞ്ഞയും അതിൻ്റെ മർമ്മഭാഗങ്ങളൊക്കെ അറുത്ത് വേവിച്ച് അവിടെ ഭക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കണം സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹംസ റളിയല്ലാഹു അൻഹു കൂട്ടരും ഭക്ഷണം കഴിക്കുന്ന ഈ മാംസം കഴിക്കുന്ന ആ വീട്ടിലേക്ക് കുറച്ച് ആളുകളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ ഹംസ റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ കഷ്ണം കഷ്ണാക്കിയിട്ട് ഇതിങ്ങനെ കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോ ഒരൊറ്റ ചോദ്യം, ഹൽ അൻതും ഇല്ലാ അബീദുൽ ആബാഇ, നിങ്ങളൊക്കെ എൻ്റെ ബാപ്പാന്റെ അടിമകൾ എന്നല്ലാതെ ആരാ? ഒറ്റ പറഞ്ഞു.
നിങ്ങളൊക്കെ എൻ്റെ ബാപ്പാന്റെ അടിമകൾ എന്നല്ലാതെ വേറെ ആരെങ്കിലും ആണോ? നിങ്ങളൊന്നും നമ്മളോട് പറയാൻ മാത്രമായിട്ടില്ല. സഹോദരങ്ങളെ, അതൊക്കെ സ്വബോധത്തിലല്ല, കുടിച്ച് അങ്ങേയറ്റം എത്തിയിട്ടാണ് ഈ രൂപത്തിൽ. അതേ ഒട്ടകത്തിന്റെ പല ഭാഗങ്ങളും ഊരിയെടുത്തിട്ട്, അതിന്റെ ചില എല്ലുകളൊക്കെ ഊരിയെടുത്തിട്ട് അവരങ്ങനെ വീണ്ടും മദ്യപിച്ചപ്പോൾ മാംസം കഴിച്ച് ഒട്ടകത്തിന്റെ എല്ല് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പലരുടെയും തല പൊട്ടിപ്പോയി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ഷാഫിയൻ കാഫിയ. അല്ലാഹുവേ, ഈ മദ്യത്തിന്റെ വിഷയത്തിൽ ഒരു മതിയായ വിശദീകരണം ഞങ്ങൾക്ക് നീ നൽകണം. മൂന്നാമത്തെ ഘട്ടമായിട്ട് അല്ലാഹു തആല പൂർണ്ണമായും മദ്യമുക്തമാക്കാൻ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കി കൊടുത്തു. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. പൂർണ്ണമായും നിങ്ങൾ വർജിക്കണം. പിശാച് അതിലൂടെ ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനക്കുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ, കലഹമുണ്ടാക്കുക, ശത്രുതയുണ്ടാക്കുക, പരസ്പരം പക വർദ്ധിപ്പിക്കുക, സ്പർദ്ധയുണ്ടാക്കുക. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ്, നല്ല ചിന്തകളിൽ നിന്ന് ആത്മീയ മാനങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ പിന്തിരിപ്പിക്കുക. അതാണ് മദ്യപാനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, അവസാനിപ്പിക്കാൻ നേരമായിട്ടില്ലേ എന്ന് അല്ലാഹു വീണ്ടും ചോദിച്ചു. അതോടുകൂടെ പൂർണ്ണമായും നിർത്തലാക്കി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഓതിക്കൊടുത്ത് ദൂഷ്യവശങ്ങളൊക്കെ പഠിപ്പിച്ച് ജനങ്ങളെ ഘട്ടം ഘട്ടമായി സമുദ്ധരിക്കുകയായിരുന്നു. ഇതേ രൂപത്തിൽ തന്നെയാണ് ഓരോന്നും ഇല്ലാതെയാക്കിയത്. മദ്യപാനം പോലെ തന്നെയാണ് സഹോദരങ്ങളെ വേശ്യാവൃത്തിയും വ്യഭിചാരവും തുടച്ചു നീക്കിയത്. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മജ്ലിസിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇദ്ൻ ലീ ഫി സിനാ, വേശ്യാവൃത്തി നടത്താൻ അനുവാദം തരണം. കച്ചവടം ചെയ്യാൻ അനുവാദം ചോദിക്കലുണ്ട്, ഒരു നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോകാൻ സമ്മതം ചോദിക്കലുണ്ട്, ഉംറക്ക് പോകാനോ ഹജ്ജിന് പോകാനൊക്കെ സമ്മതം ചോദിക്കലുണ്ട്. ഇതെന്ത് സമ്മത? വേശ്യാവൃത്തിക്ക് അനുവാദം തരണം, സമ്മതം തരണം. സ്വഹാബിമാരിൽ പലരും ആ ചോദ്യകർത്താവിനെ എതിർക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ചോദിച്ച ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചു. ഇനി അവനെന്താ മരുന്ന് കൊടുക്കുന്നത്? അവന്റെ മനസ്സിൽ പൊങ്ങിയ ഈ ആശയം അതേ മനസ്സുകൊണ്ട് തന്നെ തിരുത്തിക്കണം. അവനോട് അവിടുന്ന് ചോദിക്കുന്നു, അഫതുഹിബ്ബുഹു ലി ഉമ്മിക്, നിന്റെ ഉമ്മാക്ക് വേശ്യാവൃത്തി നീ ഇഷ്ടപ്പെടുമോ? ഒരാൾ വന്ന് നിന്റെ ഉമ്മാനെ ചോദിച്ചാൽ നീ വിട്ടുകൊടുക്കുമോ? ഉടനെ പറഞ്ഞു, ലാ ഇല്ല. അഫതുഹിബ്ബുഹു ലി ഇബ്നതിക്, നിന്റെ മകൾക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? ഇല്ല. അഫതുഹിബ്ബുഹു ലി അമ്മതിക്, നിന്റെ പിതൃ സഹോദരിക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? അഫതുഹിബ്ബുഹു ലി ഖാലതിക് അഫതുഹിബ്ബുഹു ലി സൗജതിക്, നിന്റെ മാതൃ സഹോദരിക്ക്, നിന്റെ സഹധർമ്മിണിക്ക്. എണ്ണി എണ്ണി ഓരോ സ്ത്രീകളുടെയും തസ്തിക അനുസരിച്ച് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരന്റെ മനസ്സിൽ നിന്ന് വരുന്ന മറുപടിയില്ല, ഒരിക്കലും ഇല്ല, ഇല്ല, ഒരാൾക്കും ഞാനത് ഇഷ്ടപ്പെടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, കദാലിക്കന്നാസു, ജനങ്ങളും അപ്രകാരം തന്നെയല്ലേ? നീ ഒരു പക്ഷേ പോയി അന്വേഷിക്കുന്നത് ഒരാളുടെ മാതാവാണ്, അല്ലെങ്കിലോ മകളാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, അല്ലെങ്കിൽ സഹോദരിയാണ്, മാതൃ സഹോദരിയാണ്, പിതൃ സഹോദരിയാണ്. സ്വന്തം പെങ്ങൾക്കും സ്വന്തം ഉമ്മാക്കും സ്വന്തം മാതൃ സഹോദരിക്കും
സ്വന്തം സഹധർമ്മിണിക്കും മകൾക്കും ഇഷ്ടമില്ലാത്തത് മറ്റൊരാള് നിനക്ക് ഇഷ്ടപ്പെട്ടു തരണം എന്ന് പറയുന്നത് ന്യായമാണോ? ശരിയായ മനസ്സിന്റെ ബോധം കൊണ്ട് ചിന്തിച്ച് ആ ചെറുപ്പക്കാരൻ ആ സമയം തന്നെ പറഞ്ഞു, ഇല്ല നബിയെ, ഒരിക്കലും ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് ചിന്തിക്കുകയില്ല. അത്തരമൊരു വിഷയത്തിലേക്ക് സമ്മതം ഞാൻ ചോദിക്കുന്നുമില്ല. ഞാൻ ആ വിഷയത്തിൽ നിന്ന് പിന്തിരിയുന്നു. പൂർണ്ണമായും മാറിയെന്ന് കണ്ടപ്പോൾ മനസ്സിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈവച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ തുഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. ഈ മനുഷ്യന്റെ മനസ്സ് നീ ശുദ്ധമാക്കി കൊടുക്കണം അല്ലാ. സ്വകാര്യ അവയവങ്ങൾക്ക് നല്ല സംരക്ഷണം കൊടുക്കണം അല്ലാ. സ്വഹാബിമാര് പറയുന്നു, പിന്നെ ആ ചോദ്യകർത്താവായ ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു നോക്കാതെ മുമ്പിലേക്ക് മാത്രം നോക്കി പോകുന്ന പതിവായിരുന്നു. ഈ സദസ്സിൽ നിന്ന് കിട്ടിയ ഉപദേശം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, മനുഷ്യനെ സംസ്കരിക്കുന്ന, സ്വഭാവത്തെ സംസ്കരിക്കുന്ന, സംശയങ്ങളെ ദൂരീകരിക്കുന്ന ആ വിധം വിജ്ഞാനം പകർന്നു കൊടുത്ത് ഏറ്റവും വലിയ നല്ല മനുഷ്യന്മാരാക്കി അവരെ വളർത്തിയെടുക്കുന്നു. അബദ്ധസഞ്ചാരികളായ മുഴുവൻ ആളുകളെയും ഉപദേശം നൽകിയിട്ട് തിരുത്തിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സംഭവങ്ങളാണ് സഹോദരങ്ങളെ! അതിന് പറ്റുന്ന ഉപദേശങ്ങളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. എത്ര വലിയ വേണ്ടാവൃത്തി ചെയ്യുന്ന ആളെയും ഉപദേശിച്ചുകൊണ്ടാണ് അവിടുന്ന് മാറ്റിയത്. മദീന പള്ളിയില് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ വന്ന് പള്ളിയുടെ ഒരു ഭാഗത്ത് മൂത്രമൊഴിച്ചു. പള്ളിയുടെ ഉള്ളില്, പള്ളിയിൽപ്പെട്ട സ്ഥലത്ത് ആരെങ്കിലും മൂത്രമൊഴിക്കുമോ? പള്ളിയുടെ ഒരു ഭാഗത്ത് ഒരാൾ മൂത്രമൊഴിക്കുമ്പോ സഹാബിമാര് പോയിട്ട് അയാളെ പിടിച്ചു മാറ്റാൻ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിടിച്ചു മാറ്റണ്ട. പിടിച്ചു മാറ്റിയാല് മാറ്റിയിടത്ത് മുഴുവനും മൂത്രമാകും. മറ്റേത് ഒരു സ്ഥലത്ത് മാത്രല്ലേ മൂത്രാകുള്ളൂ. അദ്ദേഹം ഇങ്ങനെ മൂത്രമൊഴിക്കുന്നു പള്ളിയുടെ ഉള്ളില്. അതേ മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, സുബ്ബ അലൈഹി ദനൂബം മിമ്മാ, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോയി അവിടെ ഒഴിക്കണം, ഒന്ന് വൃത്തിയാക്കണം. ആ മനുഷ്യനോടൊന്ന് അടുത്തേക്ക് വിളിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഈ പള്ളിയുണ്ടല്ലോ, ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലഹു ലിശൈഇൻ മിൻ ഹാദിഹി, പള്ളി ഇതുപോലെ മൂത്രയിക്കാനുള്ളതല്ല, പള്ളി ഇങ്ങനെ വിസർജിക്കാനുള്ളതല്ല. വ ഇന്നഹാ ലിദിക്രില്ലാഹി വസ്സലാത്തി വസാഇരിൽ ഖൈറാത്ത്, നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും മറ്റു സുഹൃതങ്ങൾ പ്രവർത്തിക്കാനും ഉള്ളതാണ് പള്ളി. ഈ ഉപദേശം കിട്ടിയ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകോപിക്കും എന്ന് കരുതി വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പിന്നീട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു അഹ്സന മിൻഹു, അതുപോലെ നല്ലൊരു ഗുരുനാഥനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതിനു മുമ്പും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. ഫവല്ലാഹി മാ ളറബനി, എന്നെ അടിച്ചില്ല. വലാ ശതമനി, എന്നെ ചീത്ത പറഞ്ഞില്ല. വലാ അബസനി, എന്നോട് മുഖം ചുളിച്ചില്ല. വലാ ഖഹറനി, എന്നെ പിടിച്ചൊതുക്കിയില്ല. സരളമായ സരസമായ ശൈലിയിൽ എന്നെ ഉപദേശിച്ച് എന്റെ മനസ്സും എന്റെ ശരീരവും വൃത്തിയാക്കി. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലം മുതൽക്ക് ജനങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകിയിട്ട് നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നല്ല കാര്യങ്ങളോട് ആളുകളോട് അഭ്യർത്ഥിക്കുകയും അത് ഉപദേശിച്ചുകൊണ്ട് നന്നാക്കുകയും ചെയ്തിരുന്നു. ആരോടും സതുപദേശം കൽപ്പിച്ചുകൊണ്ടാണ് അവരെ നന്നാക്കിയത്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും അതിന്റെ വിശദീകരണങ്ങളും നന്നായി പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ എല്ലാ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു.
അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട പകർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദാത്തമായ സ്വഭാവമാണ്. എല്ലാ ആണും പെണ്ണും പകർത്തേണ്ടത് അതാണ്. ആ സ്വഭാവ രീതിയിൽ ഏറ്റവും വലിയ മാതൃകയുണ്ട്. ആ സ്വഭാവ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്, പിന്തുടരേണ്ടത്. ഏത് സാഹചര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകിയ സ്വഭാവമുണ്ട്. അതേ സ്വഭാവമാണ് ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണം ഏറ്റവും നിർമ്മലമായ സ്വഭാവമാണ്. കുടുംബജീവിതം നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ 9 ഭാര്യമാരുണ്ട്. അന്തിസ്ഇനിസ്വത്തിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തർനൻ നബിയൽ മുഖ്തഫ. 9 ഭാര്യമാര് തങ്ങൾ വഫാത്താകുമ്പോഴുണ്ട്. തങ്ങളുടെ ജീവിതകാലത്ത് 2 ഭാര്യമാര് വഫാത്തായിട്ടുണ്ട്. ഇരിക്കട്ടെ, 9 ഭാര്യമാരോടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാഹചര്യത്തിൽ അവർ ചെറിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ആവശ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സ്വച്ഛന്തമായ ജീവിതം കൊടുക്കാൻ വേണ്ടി തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവര് സ്വീകരിച്ചില്ല. ഉള്ളത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ടു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 3 ദിവസത്തിൽ ഒരിക്കൽ ഭക്ഷണം, അത്രേ ആ വീട്ടിൽ നിന്ന് 3 ദിവസം തുടരെയായിട്ട് ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിട്ടില്ല. ഇത്രയും വറുതിയായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ, അങ്ങനെ പൊരുത്തപ്പെട്ട് സഹകരിച്ച് ജീവിച്ചു പോകാനുള്ളൊരു മനസ്ഥിതിയില്ലേ? അതാണ് ഏറ്റവും നല്ല മനസ്ഥിതി. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും, ഉസ്താദേ അത് കിട്ടാകനിയാണ്. കിട്ടാകനി ആയിരിക്കും. കാരണം ധാരാളിത്തന്ന് മാത്രമാണ് നമ്മളെ ആൾക്കാരെ മനസ്സിൽ ഓടുന്നൊരോട്ടം. എല്ലാ മേഖലയിലും ഉള്ളത് മതി, പാകത്തിന് മതി എന്നുള്ള ആ 2 വാക്കും പോയി. ഡിക്ഷണറി തന്നെ ഉണ്ടോന്നറിയില്ല. അത് പോയിട്ട് ധാരാളിത്തം, വർദ്ധിത രൂപം, ആവശ്യമില്ലെങ്കിലും അധികം ഉണ്ടാകട്ടെ, അങ്ങനെ ചിന്തിക്കണം. മുമ്പൊക്കെ അങ്ങനല്ല, പാകത്തിന്. നമ്മളൊക്കെ ഇപ്പൊ ഇരിക്കണ കാരണന്മാർ ചെറുപ്പത്തിലൊക്കെ വീട്ടില് ഒരപ്പം, രാവിലത്തെ ഒരപ്പം ഉച്ചക്കിലേക്ക് ബാക്കിണ്ടാവോ? രാവിലേക്ക് തന്നെ തികയണ്ടല്ലോ. എന്നിട്ടല്ലോ ഉസ്താദ് ഉച്ചക്ക് ഉണ്ടാണ്. എന്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഉച്ചക്ക് വെച്ച ഒരു ചോറും കൂട്ടാനും അത് വൈകുന്നേരത്തേക്ക് ബാക്കിണ്ടാവോ? ഉച്ചക്ക് തന്നെ തികയേണ്ട ഉസ്താദ്, എന്നിട്ടല്ലേ വൈകുന്നേരത്തേക്കുള്ളത്. ഇപ്പൊ എങ്ങനെ ചോദിക്കണ്ടേ? ഇപ്പൊ ഈ ചോദ്യം എങ്ങനെ ചോദിക്കണ്ടേ സഹോദരങ്ങളെ? ഒരുപാട് ഉണ്ടായിട്ട് തൃപ്തിപ്പെടുക എന്നുള്ളതല്ല നല്ല സുഖസൗകര്യമുള്ള സൗഹൃദമുള്ള ജീവിതത്തിന്റെ അടയാളാണെന്നുള്ളത്. ഉള്ളതിൽ പൊരുത്തപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകുക, അതിനാണ് സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വേർപിരിയാൻ 9 ആൾക്കാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സുഖസൗകര്യമുള്ള കുടുംബജീവിതം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ സൗകര്യം സംവിധാനം, ഈ ഭക്ഷണത്തിനേക്കാളും കുറച്ച് വിശാലമായ ഭക്ഷണം, ഈ വീടിനേക്കാളും കുറച്ച് വിശാലമായ വീട്. ഒരു കുടുംബം താമസിക്കുന്ന വീട് സ്റ്റേജിന്റെ വലുപ്പം ഉണ്ടാവില്ല, പക്ഷെ അവർക്കത് പൊരുത്താണ്, ഇഷ്ടമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെയും 40 കൊല്ലം ജീവിച്ചപ്പോ ലക്ഷക്കണക്കിന് രൂപ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ മാറി മറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വീട്ടിൽ തന്നെ മഹദി കഴിഞ്ഞ്, വഫാത്ത് വരെ അവിടെയാണ് കഴിഞ്ഞ്. അത് ഇന്ന് മദീനയിൽ കാണുന്ന വീടിന്റെ ആ പ്രൗഢി അന്നില്ലട്ടോ. അത് പിൽക്കാലത്ത് വന്നതാണ്. പിൽക്കാലത്ത് 5ാം ഖലീഫയുടെ ശേഷം പിന്നെയും 5 ഖലീഫമാര് ഭരിച്ചതിന് ശേഷമാണ് ഇപ്പൊ കാണുന്ന പ്രൗഢി ആ ഹുജ്റത്തു ഷരീഫൊക്കെ വന്നത്. പഴയ കാലത്ത് ഇല്ല. ആ വീട്ടിലായിരുന്നു താമസം. അത്രയും 10-40 കൊല്ലം തന്നെ. ആ വീട്ടിൽ 3 ഖബർ വന്നാൽ പിന്നെന്താ സ്ഥലം ഉണ്ടാകുക? പിന്നെ ഉള്ള സ്ഥലം തന്നെ നിസ്കരിക്കാനും അവിടെ തന്നെ, ഒരു ഭാഗത്ത് തന്നെ ഉറങ്ങാനും, ഒരു ഭാഗത്ത് തന്നെ വസ്തുവകകളൊക്കെ വെക്കാനും, വേറൊരു ഭാഗത്ത് തന്നെ ചട്ടിയും പാത്രമൊക്കെ വെക്കാനും അവിടെ തന്നെ.
ധാരാളിത്തം അവർ ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല, വേണ്ടാന്ന് അവർ പറഞ്ഞു. ഇത് മദീൻ, കുറച്ച് ഏറെ വേണം എന്ന് മറ്റു പലരുടെയും ജീവിതത്തിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും കണ്ട് ആഗ്രഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ളൊരു സമയം ഞാൻ തരികയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധിയുള്ളൊരു മാസമായിരുന്നു ആ മാസം. സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഏറെ കരഞ്ഞ മാസം, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഏറെ കരഞ്ഞ മാസം. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിൽ ഉണ്ടെങ്കിൽ പകല് സമയത്ത് 9 ആളും ഒന്ന് തങ്ങളെ ചുറ്റും കൂടി ഒന്ന് വർത്തമാനം പറയാൻ വേണ്ടി കുറച്ചു നേരെങ്കിലും ഇരിക്കാതിരിക്കില്ല. അതവർക്കൊരു സന്തോഷം. കുറച്ചു നേരം വർത്തമാനം പറയാൻ കിട്ടുക, കുറച്ചു നേരം അവിടുത്തെ സാന്നിധ്യം അനുഗ്രഹിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇഷ്ടമാണ്. അത് കുറച്ച് ദിവസം ലീവായി വന്നപ്പോൾ അവരെ മനസ്സിനേറ്റ പ്രയാസം, വല്ലാത്തൊരു പ്രയാസമായിരുന്നു. ആ 30 ഒരു മാസം എന്നല്ലേ തങ്ങൾ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞിട്ട് വിഷയത്തിന്റെ തീരുമാനം പറയാൻ വേണ്ടി ആദ്യമായി അവിടുന്ന് കടന്നു ചെല്ലുന്നത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിന്റെ വീട്ടിലാണുള്ളത്. അങ്ങോട്ട് കയറി ചെന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ട പാടെ തന്നെ ചോദിച്ചു, അല്ല ഒരു മാസം എന്നല്ലേ പറഞ്ഞു, എന്താ സമയം തെറ്റിയോ? വരവിന്റെ സമയം തെറ്റിയോ നബിയെ? നാളല്ലേ വരണ്ടേ, ഇന്ന് 30 അല്ലേ? അതെങ്ങനായാലും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഉണ്ട്. നമ്മൾ എത്ര നല്ല മസലാത്തിലും ഉഷാറിലും പോയാലും ഒരു ക്രോസ് വിസ്താരം സഹോദരിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതൊരു സൗന്ദര്യ കൂട്ടിയാൽ മതി. ഇപ്പൊ ഈ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു ഭാഗത്ത് മറച്ചു വെച്ചിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം. ഒരു മാസം എന്നല്ലേ പറഞ്ഞ്, നാളല്ലേ വരണ്ടേ, ഇന്ന് 30 അല്ലേ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആയിഷ എല്ലാ മാസവും 30 ഉണ്ടാകൂല. ഒരു മാസം എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഒരു മാസം എന്നുള്ളത് ഇന്നലെ കഴിഞ്ഞു, 29 ഉള്ളൂ കഴിഞ്ഞ മാസം. ഇന്ന് പുതിയ മാസമാണ്. ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിയിട്ടൊന്നുമില്ല. ഒരു മാസം എന്നല്ലേ പറഞ്ഞ്, എല്ലാ മാസവും 30 ഉണ്ടാവൂല. ഒരു മാസം കഴിഞ്ഞു, ഇത് അടുത്ത മാസം ഉദിച്ചു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഞാൻ തീരുമാനം പറയാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞപ്പോ വന്നതാണ്. എന്താ തീരുമാനം നബിയെ? ആദ്യമായിട്ട് നിങ്ങളോട് പറയാണ്, പിന്നെ വരിവരിയായിട്ട് ബാക്കിയുള്ള 8 ആളുകളോടും പറയാം. എന്താ തീരുമാനം? യാ നിസാ അന്നബി ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ വഇൻ കുൻതുന്ന തുരിദുനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമാ. ഇതാണ് തീരുമാനം പറയാനുള്ളത്. നബി പത്നിമാരെ, ഭൗതിക ജീവിതവും അതിൻ്റെ സമൃദ്ധിയും അലങ്കാരവും വിശാലതയും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫതആലൈൻ, നിങ്ങൾ വരൂ, നിങ്ങളെ ഞാൻ വിട്ടുതരാം. ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. ദുനിയാവിലും പരിക്കേൽപ്പിക്കൂല, ആഖിറത്തിലും പരിക്കേൽപ്പിക്കൂല. നല്ല നിലക്ക് നിങ്ങളെ വിട്ടയച്ചു തരാം. അതേ സമയത്ത് വഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വറസൂല വദ്ദാറൽ ആഖിറ, അല്ലാഹുവിൻ്റെ തൃപ്തിയും അല്ലാഹുവിൻ്റെ റസൂലാകുന്ന എൻ്റെ തൃപ്തിയും പരലോക ജീവിതത്തിൻ്റെ സുഖവുമാണ് ലക്ഷ്യമെങ്കിൽ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമാ. സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന നല്ല സ്ത്രീകൾക്ക് അള്ളാഹു വലിയ കൂലി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, സ്വർഗലോകം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാം. എന്താ വേണ്ടത്? ആദ്യമായി ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നു, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ
വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂലാ. വേറൊരു ജീവിതം വേണ്ട നബിയേ, ഈ ജീവിതം തന്നെ മതി. ഇത് ഞങ്ങൾ തൃപ്തിപ്പെട്ടു. ഈ ഉള്ളതിൽ മനസ്സിൽ പൊരുത്തപ്പെട്ട് തന്നെ കഴിയാൻ തീരുമാനിച്ചു. വേറൊരു ജീവിതമോ വേറൊരാളെ പങ്കാളിത്തമോ ഞങ്ങൾക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്. ഇല്ലായ്മയിലും സ്നേഹത്തോടെ ജീവിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച പരസ്പര സ്നേഹമില്ലേ സഹോദരങ്ങളെ? പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള സ്നേഹജീവിതം, ആ സ്നേഹജീവിതം അന്യമായി കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വരണം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ഭാര്യയും ഭർത്താവും ബാപ്പയും ഉമ്മയുമായി ജീവിക്കുന്നവർ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും മാതൃകായോഗ്യരാണ്. അവരെയാണ് മാതൃകയാക്കുന്നത്. ഉപ്പാനെയും ഉമ്മാനെയുമാണ് മാതൃകയാക്കുന്നത്. ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെ, സ്നേഹപ്പെരുമാറ്റം എങ്ങനെ, സഹകരണം എങ്ങനെ, പാരസ്പര്യം എങ്ങനെ, എല്ലാം അതേ രൂപത്തിലാണ് അടുത്ത തലമുറയിലും വരുന്നത്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ എങ്ങനെ സഹകരിച്ചോ അങ്ങനെ തന്നെയല്ലേ മക്കളെ ജീവിതത്തിലും കണ്ടുവന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും സഹകരണം അങ്ങനെയല്ലേ? സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെയും സഹകരണം അങ്ങനെയല്ലേ? ഖദീജ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതത്തിലെ സർവസ്വവും നീക്കിയതുപോലെ, ചെലവഴിച്ചതുപോലെ ബാക്കി എല്ലാ മക്കളും അതുപോലെ തന്നെയായിരുന്നു. 25 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൂടെ ജീവിച്ച ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മക്കളെ കല്യാണം കഴിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ നിന്നുണ്ടായ മക്കളെ കല്യാണം കഴിച്ച എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സ്നേഹം പഠിച്ച് ജീവിക്കണമെങ്കിൽ ആ കുട്ടികളെ കൂടെ ജീവിക്കണം. ഇത് വീട്ടിലെ ഒരു പ്രായം അങ്ങോട്ട് കഴിഞ്ഞാൽ, 50 അങ്ങോട്ട് കഴിഞ്ഞാൽ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു കുറ്റം, അവിടുന്ന് ഇങ്ങോട്ടൊരു കുറ്റം, ഇവിടുന്ന് അങ്ങോട്ടൊരു കുറവ്, അവിടുന്ന് ഇങ്ങോട്ടൊരു കുറവ്, ഇവിടുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ, അവിടുന്ന് വൈകുന്നേരം മുതൽ രാവിലെ വരെ. ഇങ്ങനെ ജീവിക്കാനല്ല ബാപ്പയും ഉമ്മയും കുറച്ച് പൊസിഷൻ കഴിയുമ്പോൾ വല്യാപ്പയും വല്യാമ്മയും മാറുന്നത്. ജീവിതത്തിൻ്റെ അവസാന സമയം വരെ സ്നേഹമസൃണമായ ജീവിതം കാഴ്ചവെക്കാനാണ്. മുമ്പൊരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്താന്നറിയില്ല, ഇപ്പൊ കുറഞ്ഞ ദിവസങ്ങളായി എൻ്റെ ഭാര്യ, ഇപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ഭാര്യക്ക് എത്ര വയസ്സായി? ഭാര്യക്ക് 50 വയസ്സ് കഴിഞ്ഞു. വല്യമ്മയ്ക്ക് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, വല്യമ്മക്കാവുമല്ലോ. 50 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞ എൻ്റെ ഭാര്യ ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ചാ കിടന്നത്. പക്ഷെ ഇപ്പൊ അവള് വേറെ റൂമിൽ പോയി കിടക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിലൊക്കെ വല്യപ്പയും വല്യമ്മയും അങ്ങനെ? അത് ഇന്ന് തിരുത്തണം. അതെവിടുന്ന സംവിധാനം വന്ന്? കോളാമ്പിയാണെങ്കിൽ 2 ഭാഗത്ത് 2 കോളാമ്പി വെച്ചാൽ പോരെ. ഒരു കോളാമ്പിക്കാണ് സൗകര്യത്തിനാണ് 2 ഭാഗത്ത് 2 വെച്ചാൽ പോരെ. ജീവിതത്തിന്റെ അവസാനം വരെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ എവിടേക്കാ ചാരിക്കടന്നിരുന്നത്? സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട തല ഇങ്ങനെ ചാരി വെച്ചുകൊണ്ടല്ലേ തങ്ങള് വഫാത്തിലേക്ക് നീങ്ങിയത്. ലാസ്റ്റ് ഘട്ടം വരെ അങ്ങനെ ഒരു വേറെ കടത്തുണ്ടോ? ഉണ്ടോ? പ്രായമാകുമ്പോ അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ പുതിയ ബാബു നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടിട്ട്. അങ്ങനൊന്നുമില്ല. ഇണകളായിട്ടാണോ അവർ ജീവിതത്തിന്റെ അവസാനം വരെ? എന്തിനു മാറണം? എന്തിനു തിരിയണം? എന്തിനു വേർപിരിയണം? വേർപിരിയാൻ പാടില്ല. ജീവിതത്തിന്റെ അവസാനം വരെ അതിൽ വ്യത്യാസം മാറ്റമൊന്നുമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹബന്ധം. അത് ശരിക്കും മക്കൾ കണ്ട് പഠിക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
അവിടുത്തെ കൂടെ ഉണ്ടായിരുന്ന സമ്പത്തിന്റെ ഭാഗങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി ഓരോന്നും അളന്നു മുറിച്ച് കൊടുത്ത് അവസാനം ഉണ്ടായിരുന്ന ഒരു മാല സൈനബ ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്നുമില്ല ആ മോളെ ശരീരത്തിൽ. വളയുമില്ല, കമ്മലുമില്ല, മോതിരമില്ല, ഒന്നുമില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഈ മാല എൻ്റെ മകളെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുത്താലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അവിടുന്ന് സമ്മതിച്ചു. അവസാനം ഉണ്ടായിരുന്ന ഒരു മാല, ഒറ്റ മാല, അത് മകൾക്ക് കെട്ടിക്കൊടുത്തു. സൈനബ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കുന്നു, എനിക്ക് ഈ മാല കെട്ടിത്തന്നത് എൻ്റെ ഉമ്മയാ. അതും എൻ്റെ ഉപ്പയോടുള്ള സ്നേഹവും ബന്ധവും കാരണം. മകളെ കഴുത്തിൽ ഒന്നും ഉണ്ടായില്ല എന്ന് ആരും പറയരുത്, എൻ്റെ മകളെ കഴുത്തിൽ എന്തെങ്കിലും വേണം. ആ വിഷയത്തിൽ എൻ്റെ ഭർത്താവിനൊരു പേരും ഒരു വിഷയം വരാൻ പാടില്ല എന്നാൽ കെട്ടിക്കൊടുത്തു. ചരിത്രത്തിന്റെ ആവർത്തനമാണ്. നിങ്ങൾ നോക്ക്, ഞാനത് വിശദമാക്കാൻ ഇപ്പൊ സമയമല്ല. ബീവി സൈനബ് റളിയല്ലാഹു അൻഹയുടെ പുത്രിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ, ഖദീജ ബീവിയുടെ മകളായ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് അബുല്ലാസ് ഇബ്നു റബീഅ ആണ്. അബുല്ലാസ് ഇബ്നു റബീഅ ബദർ നടക്കുമ്പോ മുശ്രിക്കുകളുടെ പക്ഷത്താണ്. മക്കയിൽ നിന്ന് ബദറിലേക്ക് മുശ്രിക്കുകൾ പോകുമ്പോ അബുല്ലാസ് ഉണ്ട് ആ പക്ഷത്ത്. അബൂജഹലും കൂട്ടരും പറഞ്ഞു, നിന്റെ അമ്മോശം കാക്കാനോട് യുദ്ധം ചെയ്യാനാ പോരുന്നത്, അതുകൊണ്ട് ആ യുദ്ധത്തിന് കുറച്ച് ഇഖ്ലാസ് കിട്ടാൻ, ആത്മാർത്ഥത കിട്ടാൻ നല്ലത് മോളെ തൊലാക്കല്ലി പോരാ നല്ലത്. അബൂജഹലിനോട് അബുല്ലാസ് പറഞ്ഞു, നിനക്ക് വേറെ എന്തും പറയാം, എന്തും ഞാൻ സ്വീകരിക്കും, അത് മാത്രം കേൾക്കൂല. നീ അപ്പറയുന്നത് മാത്രം ഞാൻ കേൾക്കൂല. അതെന്താ കേൾക്കാത്തത്? ജീവിക്കാൻ സ്നേഹം നൽകാൻ പറ്റുന്ന അങ്ങനെ ഒരു കുട്ടിയെ, സൈനബ ബീവിയെ ഞാൻ ഒഴിവാക്കിയാൽ ഈ ഹിജാസിൽ എനിക്ക് വേറെ കിട്ടാനില്ല. ജീവിതത്തിന്റെ സ്നേഹം തരാൻ, ജീവിതത്തിന്റെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നിടത്തും വസ്ത്രം അലക്കി കൊടുക്കുന്നിടത്തും മാത്രമുള്ളതല്ല. അത് മനസ്സും ശരീരവും തമ്മിൽ പകർന്നു കൊടുക്കേണ്ട മൂല്യങ്ങൾ കൊടുക്കണം. സ്നേഹഭാവങ്ങൾ കൈമാറണം. സ്വകാര്യതകൾ പരിരക്ഷിക്കണം. സംരക്ഷിക്കാനുള്ള കഴിവ് വേണം. അവിടെ എല്ലാമുള്ള സ്നേഹം നൽകാൻ പക്വതയുള്ള പെൺകുട്ടിയാണത്. ത്വലാഖ് ചെല്ലണം എന്നാണോ പറയുന്നത്? നിങ്ങളെ കൂടെ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. വരാതിരുന്നാല് നല്ല അമ്പയത്തിൽ നല്ല പരിശീലനം നേടിയ ആളാണ് അബുല്ലാസ്. അബുല്ലാസ് കുറഞ്ഞാല് ഒരാൾ കുറഞ്ഞ പോലെ ആകൂല. എന്നാ ശരി, നിങ്ങൾ അങ്ങനെ തന്നെ തീരുമാനിച്ചോളൂ എന്ന് കൊണ്ടുപോയി. അബുല്ലാസിനെ തടവിലായിട്ട് പിടിക്കപ്പെട്ടു. തടവുകാര കൂട്ടത്തിൽ അബുല്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ സൈനബ ബീവിയുടെ ഭർത്താവ്. മദീനയിലെത്തി കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, തടവുകാർക്ക് മോചനദ്രവ്യം തന്നാൽ മക്കയിലേക്ക് വിട്ടയക്കാം. തടവുകാർക്കൊന്നും ശിക്ഷല്ല, മോചനദ്രവ്യം. തടവിലാക്കിയ ആൾക്കാർ പറയും, എന്താ മോചനദ്രവ്യം വേണ്ടത്? ചിലപ്പം ദിർഹമായിരിക്കും, ദീനാറായിരിക്കും, അത് കൊടുത്താൽ അവരെ കൊണ്ടുവരാൻ പറ്റും എന്ന ആ മാർഗം മുന്നോട്ട് വെച്ചപ്പോ മക്കത്തുനിന്ന് സൈനബ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നു, പടച്ചോനെ, എൻ്റെ ഭർത്താവ് തടവിലാണല്ലോ, എൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കണമല്ലോ, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? സഹോദരങ്ങളെ, ഒരു ആഭരണം മാത്രം ജീവിതത്തിൽ കിട്ടിയ ഒരു പെണ്ണ്, ആ ആഭരണം അഴിക്കണമെങ്കിൽ എത്രമാത്രം സ്നേഹം വേണം ഒന്ന് ആലോചിക്കൂ. ജീവിതത്തിൽ വേറെ വള ധരിച്ചിട്ടില്ല, വേറെ പാദസരം ധരിച്ചിട്ടില്ല, വേറെ മോതിരമില്ല, വേറെ ഒന്നുമില്ല. ആകപ്പാടെ കിട്ടിയ ഒരു മാലയാണ്. ആ മാല കഴുത്തിൽ നിന്ന് അഴിച്ച് അതൊരു പേപ്പറിലാക്കി പൊതിഞ്ഞിട്ട് ഒരാളെ വശം കൊടുത്തയക്കുന്നു. ഒരാൾ വശം കൊടുത്തയച്ചുകൊണ്ട് ആ കൊണ്ടുപോകുന്ന ആളോട് പറയുന്നു, ഇതെന്റെ ഉപ്പാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം, എൻ്റെ ഭർത്താവിനുള്ള മോചനദ്രവ്യമായിട്ട് ഞാൻ തന്നതാണ് എന്ന് പറയണം. ഇവിടെയാ നമ്മൾ പഠിക്കേണ്ടത്. ചരിത്രത്തിന്റെ ആവർത്തനം കണ്ടോ? സ്നേഹത്തിന്റെ ആവർത്തനം കണ്ടോ? നേരത്തെ ഈ മാല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി
ഖദീജ റളിയല്ലാഹു അൻഹ സൈനബ് ബീവിക്ക് കൈമാറിയതുപോലെ സൈനബ് റളിയല്ലാഹു അൻഹ കഴുത്തിൽ നിന്ന് അഴിച്ച് സ്വന്തം ഭർത്താവിന് വേണ്ടി നബി തങ്ങളെ കയ്യിലേക്ക് കൊടുക്കുന്നു. മദീനയിലേക്ക് കൊണ്ടുപോയ ആള് മദീനയിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുറന്നു നോക്കുമ്പോ മാല കണ്ടപാടെ അല്ലാഹുവിന്റെ റസൂലൊന്ന് വിതുമ്പിപ്പോയി. മാലങ്ങനെ പതുക്കെങ്ങനെ കൈകൊണ്ട് ഉയർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് വന്ന് ചോദിച്ചു, എന്താ നബിയേ പ്രയാസം, എന്തിനാ അവിടുന്ന് കരയുന്നത്? ചോദിക്കുന്നു സ്വഹാബ, ഈ മാല വേണോ സൈനബ്, ഈ മാല വേണോ അബുൽ ആസിനെ മോചിപ്പിക്കാൻ? ഈ മാല വേണോ അബുൽ ആസിനെ വിട്ടുകൊടുക്കാൻ? ഇതാരുടെ മാലയാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. മാല കണ്ടപ്പോൾ എന്റെ ഖദീജയെ ഓർമ്മ വന്നുപോയി. ഏറെക്കാലം കഴുത്തിലണിഞ്ഞ് മരിക്കുന്നതിന്റെ മുമ്പ് മകളെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുത്തൊരു മാല മകളതാ പൊതിഞ്ഞു കൊടുത്തേച്ചിരിക്കുന്നു സ്വന്തം ഭർത്താവിനെ മോചിപ്പിക്കാൻ. ഇത് വേണോന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, വേണ്ട നബിയേ, സൗജന്യമായി വിട്ടുതരാം. അബുൽ ആസിനെ മോചിപ്പിക്കാൻ ഒരു മോചന ദ്രവ്യവും വേണ്ട, ഞങ്ങൾ സൗജന്യമായി പറഞ്ഞയച്ചു തരാം. അബുൽ ആസ് സൗജന്യമായി തടവറയിൽ നിന്ന് മോചനം കിട്ടി മക്കയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അബുൽ ആസിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബുൽ ആസേ, നിങ്ങളെ കൂടെയാണ് എൻ്റെ മകള് താമസിക്കുന്നത്. അവിടെ എത്തിയാൽ മകളെ മദീനയിലേക്ക് പറഞ്ഞേക്കണം, പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം. മദീനയുടെ അതിർത്തിയിൽ ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും വാഹനം കൊണ്ട് നിർത്താം, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അബുൽ ആസ് പോകാൻ സമ്മതം കിട്ടിയപ്പോൾ മനസ്സിൽ നല്ല സന്തോഷം വന്നിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ട് സൈനബ് ബീവിയെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് മനസ്സിന്റെ ഉള്ളിൽ പിടക്കാൻ തുടങ്ങി. സൈനബ് റളിയല്ലാഹു അൻഹ ഇല്ലാത്തൊരു ജീവിതം അബുൽ ആസിന് ആലോചിക്കാൻ പറ്റുന്നില്ല. എന്തേ കാരണം? ആ സൈനബ് ബീവി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഖദീജ ബീവിയിൽ നിന്നും പഠിച്ച സ്നേഹമസൃണമായ സ്നേഹപ്പെരുമാറ്റം. ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ, മക്കൾക്ക് സ്നേഹപരമായ ജീവിതത്തിന്റെ ശൈലി പകർന്നു കൊടുക്കണം. എത്രയാണ് നമ്മുടെ നാട്ടിൽ എത്രയാണ് ചെറുപ്പക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും വിവാഹമോചനം ചെയ്ത് കഴിയുന്ന ആൾക്കാർ. യഥാർത്ഥ ജീവിതത്തിന്റെ വശങ്ങൾ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കണം. സ്നേഹബന്ധങ്ങളും സ്നേഹ സംസാരങ്ങളും സ്നേഹ ഇടപെടലുകളും ജീവിതത്തിൽ മാതൃകയാക്കി കാണിച്ചു കൊടുക്കണം. അതിലൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ അത് നിലനിർത്താൻ കഴിയുള്ളൂ നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പകർത്തി തന്ന ആ സ്നേഹജീവിതം പ്രധാനമായും കുടുംബജീവിതത്തിൽ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ രാവും പകലും കഴിച്ചു കൂട്ടാനുള്ള അതിനു വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വസൂലാക്കാൻ പറ്റിയ ഒരു മേഖല എന്ന് കണക്കൂട്ടരുത്. ഒരു പ്രസ്ഥാനത്തെ, ഒരു സമൂഹത്തെ നട്ടുവളർത്തുന്നതിന് പ്രധാനപ്പെട്ട മാർഗമാണ് കുടുംബമെന്ന് പറയുന്നത്. അത് സ്നേഹപരമായിട്ട് അങ്ങനെ തന്നെ നട്ടുവളർത്താനുള്ള കഴിവ് വേണം. നിങ്ങൾ നോക്ക്, അബുൽ ആസ് വീട്ടിലെത്തിയെങ്കിലും ഭർത്താവിന്റെ മുഖത്ത് കാര്യമായി സന്തോഷം കാണാതിരുന്നപ്പോ സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല, മോചനം കിട്ടി വന്നിട്ടും നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? അപ്പൊ കുറെ സമയത്ത് എങ്ങനെ പറയാന്ന് കരുതിയിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് നടക്കുകയായിരുന്നു. പക്ഷെ അവസാനം ഈ രംഗം കണ്ട് മനസ്സിലാക്കി ചോദിച്ചു, ഇങ്ങനെ നല്ലല്ലോ നിങ്ങള്, എന്തോ ഒരു കാര്യമായിട്ട് നിങ്ങൾ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, മുഖം കണ്ടാൽ തന്നെ അറിയല്ലോ. അപ്പൊ അബുൽ ആസ് പറഞ്ഞു, നിങ്ങളോട് ഉപ്പ മദീനയിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, വേഗം ഒരുങ്ങിക്കോളൂ. എൻ്റെ സഹോദരൻ കിനാനയുടെ കൂടെ നിങ്ങളെ ഞാൻ മദീനയിലേക്ക് പറഞ്ഞേക്കാണ്. നിങ്ങളൊരു വാഹനത്തിലും കിനാൻ അപ്പുറത്തൊരു വാഹനത്തിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായി വരും. മദീനയുടെ അതിർത്തിയിൽ അലി റളിയല്ലാഹു അൻഹും കൂട്ടരും നിൽക്കുന്നുണ്ടാകും, അവരടുത്തേക്ക് എത്തിച്ചു തരും.
ബദർ കഴിഞ്ഞ ഉടനെയാണ്. മക്കയിൽ അതിൻ്റെ തീപ്പൊരിയും അതിൻ്റെ കലിയും അടങ്ങിയിട്ടില്ല. അപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഒരു വാർത്ത എത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ മക്കത്തുനിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്നു. അത് വിവരം അറിഞ്ഞ ഉടനെ കുറെ ആളുകൾ ഓടി വന്നു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ വാഹനം തടഞ്ഞു. സൈനബ് ബീവിയുടെ വാഹനം തടഞ്ഞു എന്ന് മാത്രമല്ല, സൈനബ് റളിയല്ലാഹു അൻഹയെ വാഹനത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി തള്ളിയിട്ട് വാഹനത്തിൽ നിന്ന് തള്ളിയിട്ടു. ഗർഭിണിയായ മഹദിയുടെ ഗർഭം അലസിപ്പോയി. സുബ്ഹാനല്ലാഹ്, അബുൽ ആസ് വീട്ടിൽ നിന്ന് ഇതറിയുന്നു. അമ്പും വില്ലെടുത്ത് ഓടി കുതിച്ചു ചെന്നിട്ട് പറയുന്നു, ഖുറൈശികളെ, ഞാൻ നിങ്ങളെ പക്ഷത്തല്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ പക്ഷത്താണ്. എൻ്റെ ഭാര്യയെ സുഗമമായി വിടാൻ അനുവദിക്കണം. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരനാണെന്ന്. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അമ്പെയ്ത് നശിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ ഭാര്യയെ നിങ്ങൾ വിട്ടേക്കണം. രംഗം വഷളാകുമെന്ന് കണ്ടപ്പോ അബൂ സുഫിയാൻ ഓടി വന്നു. അന്നത്തെ ഒരു നേതാവാണ് അബൂ സുഫിയാൻ. ഓടി വന്നിട്ട് രംഗം ശാന്തമാക്കി. സൈനബ് ബീവിയെയും കിനാനയെയും വിട്ടയച്ചു. അബുൽ ആസിനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. സൈനബ് റളിയല്ലാഹു അൻഹ മദീനയിലെത്തി. നേരെ പിറ്റേ ദിവസം ളുഹ്ർ നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് നബി തങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോ ഇറങ്ങുന്ന വാതിൽക്കലതാ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വന്നു നിൽക്കുന്നു. എന്താ മോളെ? ഒന്നുമല്ല ഉപ്പാ, അബുൽ ആസ് വന്നിട്ടുണ്ട്. എന്റെ ഭർത്താവ് അബുൽ ആസ് എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. എനിക്കൊരു വിഷയം പറയാനാണ് ഞാൻ വന്നത്. അബുൽ ആസിന് ഞാൻ അഭയം നൽകിയിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃകയാണ്. ഒരു ഇസ്ലാമിക രാജ്യത്തില് ഒരു അമുസ്ലിം സഹോദരൻ പ്രവേശിക്കുകയും ഏതെങ്കിലും ഒരു മുസ്ലിം അവന് സംരക്ഷണം നൽകി ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ എല്ലാവർക്കും അത് ബാധകമാണ്. ദിമ്മത്തുൽ മുസ്ലിമീന വാഹിദ. എല്ലാവർക്കും ആ സംരക്ഷണ നിയമം ബാധകമാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്റെ മോള് സൈനബ് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? അബുൽ ആസ് വന്നു എന്ന് മാത്രമല്ല, എന്റെ മകള് അഭയം നൽകിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. പുറത്തെവിടെയെങ്കിലും കാണുമ്പോ എതിർക്കാൻ നോക്കണ്ട, എന്തെങ്കിലും പറയാൻ നോക്കണ്ട. ഒരാളെ അഭയത്തിന്റെ കീഴിലാണ്, കാവലിന്റെ കീഴിലാണ്, സ്വതന്ത്രമായിട്ടല്ല. സ്വഹാബത്ത് അത് അംഗീകരിച്ചു. മകള് തിരിച്ചു പോകുമ്പോ മോളോട് പറഞ്ഞു, മോളെ, ഇതുവരെ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ് ശരിയാണ്, പക്ഷേ ഇനി അങ്ങോട്ട് ഒരുമിച്ച് കഴിയാൻ നിയമമല്ല. അല്ലാഹു തആല നിയമം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താവ് വീട്ടിലുണ്ടെങ്കിലും ഭർത്താവിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഒരുമിച്ച് നിങ്ങൾ കിടപ്പറ പങ്കിടാനും ഒരുമിച്ചുറങ്ങാനും പറ്റില്ല. അബുൽ ആസ് നിങ്ങളെപ്പോലെ ഇസ്ലാം സ്വീകരിച്ച ആളല്ലല്ലോ, അതുകൊണ്ട് വേറെ തന്നെ നിന്നോട്ട്, ഒരുമിച്ച് കിടക്കണ്ട എന്ന് പറഞ്ഞു. സെപ്പറേഷൻ നിയമം വേറെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ആയത്തോതിക്കൊടുത്ത് വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വന്ന ഉടനെ അബുൽ ആസ് ചോദിച്ചു, ഉപ്പ എന്താ പറഞ്ഞത്? ഉപ്പ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ആ ഉപ്പ അങ്ങനെ പറയുന്ന എനിക്കറിയാം, ഞാനത് ഉറപ്പിച്ച് തീരുമാനിച്ചു വന്നതാണ്. ഉപ്പയെ കണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഷഹാദത്ത് കലിമ ചൊല്ലുകയും ചെയ്തു. സൈനബ് റളിയല്ലാഹു അൻഹയോടുള്ള ജീവിതത്തിന്റെ അവസാനം വരെ കഴിച്ചുകൂട്ടാനുള്ള ഭാഗ്യവും ലഭിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. മക്കളൊക്കെ എങ്ങനെയാ? അബൂലഹബിന്റെ മക്കൾ നോക്ക് നിങ്ങൾ, ഉത്ബ, ഉത്തൈബ. ഈ രണ്ട് മക്കളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കളെ കല്യാണം കഴിച്ചിരുന്നത്, ഉമ്മു കുൽസൂം ബീവിയെയും റുഖയ്യ ബീവിയെയും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്നുള്ള സൂറത്ത് ഇറങ്ങിയപ്പോ അബൂലഹബ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇല്ലം തുതല്ലിഖ ഇബ്നതൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅസി മിൻ റഅസികുമാ ഹറാം. ആ രണ്ട് മക്കളെ തൊലാഖല്ലിയിട്ടില്ലെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് ഉത്ബയും മുത്തൈബയും പറഞ്ഞിരുന്നു, ബാപ്പ അന്ന് ശാഠ്യം പിടിച്ചുകൊണ്ടാണ് തൊലാഖല്ലേണ്ട മക്കളല്ലത്. തൊലാഖ് ചൊല്ലേണ്ട മക്കളല്ലത്, കൂടെ ജീവിക്കേണ്ട മക്കളാണ് ഉമ്മു കുൽസൂം ബീവിയും റുഖയ്യ ബീവിയും. ഉപ്പാന്റെ ശാഠ്യത്തിന് വാങ്ങിയിട്ട് ഞങ്ങൾ ഒഴിവാക്കി കൊടുത്തതാണ്.
എന്തേ ഇങ്ങനെ പറയാൻ നിമിത്തമായത്? അവിടെയാണ് എൻ്റെ വിഷയം. കുടുംബ ജീവിതത്തിലെ സ്നേഹബന്ധമാണത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഭാവം പഠിപ്പിച്ചപ്പോ നമ്മളോടൊക്കെ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? ഖൈറുക്കും ലി അഹ്ലിഹി, സ്വന്തം കുടുംബത്തോട് നല്ലവരാണ്. സ്വന്തം കുടുംബത്തോട് നല്ലവർ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാ മാത്രല്ല, വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങൾ ചോദിച്ചോക്കി, എന്റെ കുടുംബത്തോട് പോയി ചോദിച്ചോക്കി, എന്റെ കുടുംബത്തോട് ഏറ്റവും നല്ല ആള് ഞാനാണ്. നിങ്ങൾ 9 ഭാര്യമാരോടും ചോദിച്ചോളൂ, അവരൊക്കെ പറയും ഡീറ്റെയിൽസ്, അതിന്റെ വിശദീകരണങ്ങൾ അവരൊക്കെ എണ്ണി എണ്ണി പറയും. ഞാൻ എൻ്റെ കുടുംബത്തോട് നല്ല ആളാണ്. ആ നല്ല സ്വഭാവം നമ്മൾ പകർത്തുന്നതിന്റെ ഭാഗമായിട്ട് സമയം പരിമിതമാണ്, 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശീലത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കയ്യിലേക്ക് മുന്നിലേക്ക് ഭക്ഷണമായിട്ട് പാനീയമായിട്ട് എന്ത് കിട്ടിയാലും തങ്ങൾ അതിനെ മാനിച്ചിരുന്നു. നല്ല സ്വഭാവത്തിന്റെ ഒരടയാളം അതാണ്. നല്ല സ്വഭാവത്തിന്റെ ഒരടയാളം അതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അല്ലെങ്കിലും ജീവിതത്തിൽ ആ നേതാവിന്റെ സ്വഭാവം പഠിക്കെല്ലാവരും. ഒരിക്കൽ പോലും ഒരു ഭക്ഷണത്തെയും അവിടെ നിന്ന് പടി പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. നമുക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പ്ലേറ്റിലേക്ക് പത്തിരിയോ മറ്റോ പ്ലേറ്റിലേക്ക് വാരിട്ടു, അപ്പുറത്തുനിന്ന് മീനിട്ടു, അപ്പുറത്തുനിന്ന് കറി കഴിച്ചു, ബിസ്മി ചൊല്ലി ഒരു ഭാഗത്ത് വർക്കത്തിന് ഏറെ പ്രശ്നം കണ്ടാന്ന് എഴുതിയിട്ട്, ആ ബിസ്മിയും കൂടി ഇല്ലെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും. പിന്നെ തുടങ്ങി, പിന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ പറയാന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചിടാത്തത്. പിന്നെ തുടങ്ങി, കറി വെച്ചത് ഇങ്ങനെ ഇങ്ങനെ, എന്താ അപ്പം മീൻ മുളിട്ടത് ഇങ്ങനെ, 250 ഉറുപ്പ്യക്ക് വാങ്ങിക്കൊണ്ടുവന്നാണ് ഈ മീൻ. ഇത് ആവോല എന്ന് പറഞ്ഞ് ഒന്ന് ഭക്ഷണം കഴിച്ചോട്ടെ നേരലേക്ക് 350 വാങ്ങിക്കൊടുന്നതാണ്, കാശൊന്നും നോക്കാതെ. നിന്റെ ചേരുവകൾ ഉള്ളിയും പോയി കേങ്ങും പോയി, എന്തെല്ലാം വർത്താനം. ആ വർത്താനം റെക്കോർഡ് ചെയ്യുകയാണെങ്കിലോ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടും അതിന്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോഴൊക്കെ പേടിയായി പോവും. അപ്പൊ അടുക്കളയിലുള്ള സഹോദരി വിചാരിക്കും സമാധാനായി, ഏതായാലും ഉച്ചക്ക് വറവിട്ടതും അതുപോലെ തന്നെ പൊരിച്ചതും വരട്ടിയതും മുളിട്ടൊന്നും മുമ്പർക്ക് പറ്റിയില്ലല്ലോ. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ഒന്നുകൂടി എണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി പൊരിയൊക്കെ ഒന്ന് മാറ്റി ഉഷാറായിട്ട് കൊടുക്കാന്ന് കരുതി കയ്യകാൻ വേണ്ടി ആളെണീറ്റപ്പോൾ പാത്രം എടുക്കാൻ പോയപ്പോൾ അതിൽ മുള്ളു മാത്രമേ ഉള്ളൂ.